ഏത് കാര്യത്തിനും ഈശ്വര സാന്നിധ്യം കൂടിയേ തീരും. ആദ്യമായി ഈശ്വര പ്രാർത്ഥനയ്ക്ക് വേണ്ടി അലീസ, രാധിക, അൽവീന എന്നിവരെ ക്ഷണിക്കുന്നു. വൈഷ്ണവാണ് ഈ പ്രാർത്ഥനയുടെ കരോക്കെ കമ്പോസ് ചെയ്തത്. ഒരു ഇൻസ്ട്രുമെൻറ്റും ഇല്ലാതെ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ മാത്രം ചെയ്തതാണ്. അടുത്തതായി സ്വാഗതം ആശംസിക്കുന്നതിനായി നമ്മുടെ ബഹുമാനപ്പെട്ട ലോക പ്രസിഡന്റ് ശ്രീ പ്രവീൺ മുർമൂദിനെ ഈ വേദിയിലേക്ക് ഞാൻ അദ്ദേഹം ക്ഷണിക്കുന്നു. നമസ്കാരം. ലോമയുടെ 2015 ഓണാഘോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണമെന്ന് നിങ്ങൾ ഓർക്കുമ്പോൾ പുത്തനുടുപ്പും പൂക്കളും സദ്യയും ഒക്കെയാണ് നമ്മളുടെ മനസ്സിൽ വരിക. കൂടാതെ അതിൻ്റെ ആന്തരികത എന്തെന്നാണ് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ഓണാഘോഷത്തിൻ്റെ ഉള്ളടക്കം, അല്ലെങ്കിൽ അതിൻ്റെ സന്ദേശം എന്താണ്? അത് ഞങ്ങൾ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഈ സംസ്കാരം നമുക്ക് നഷ്ടപ്പെടും. ഏത് സംസ്കാരവും അതിൻ്റെ അർത്ഥമറിയാതെ ആഘോഷിക്കുമ്പോഴാണ് അത് കൈമോശം വരുന്നത്. മാവേലി മന്നൻ ഒരു കാലഘട്ടത്തിൽ എല്ലാവരെയും ഒരുപോലെ കണ്ട് കള്ളവും ചതിയുമില്ലാതെ രാജ്യം ഭരിച്ച ഒരു മഹാരാജാവായിരുന്നു. ആ മന്നനെ മുൻനിർത്തി ഞങ്ങൾ ആ ഓണം ആഘോഷിക്കുമ്പോൾ ഞങ്ങൾ എന്താണ് അടുത്ത തലമുറക്ക് പറഞ്ഞു കൊടുക്കുന്നത്? മഹാബലി സമർപ്പണത്തിൻ്റെ പ്രതീകമാണ്, ത്യാഗത്തിൻ്റെ പ്രതീകമാണ്. ഒരു വ്യക്തിയുടെ ജീവിതം ഉന്നതമാവുന്നത് അവരിൽ 3 സംസ്കാരങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. അർപ്പണ മനോഭാവം, പങ്കുവെക്കുവാനുള്ള ഒരു മനസ്സ്, ഏത് പ്രശ്നങ്ങളെയും ഉൾക്കൊള്ളുവാനുള്ള മനോബലം.
ഈ 3 സംസ്കാരങ്ങളും പൂർണ്ണമായി തികഞ്ഞ ഒരു മഹാനായ ചക്രവർത്തിയായിരുന്നു മഹാബലി. എന്താണ് ആ രാജാവ് അദ്ദേഹത്തിൻ്റെ പ്രജകളോട് പറയുവാൻ ആഗ്രഹിച്ചത്? നല്ല ഹൃദയത്തെ പങ്കുവെക്കുവാൻ തയ്യാറുള്ള പ്രജകളെയാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. സന്തോഷം പങ്കുവെക്കുക, സമ്പത്ത് പങ്കുവെക്കുക, എല്ലാവരെയും ദാരിദ്ര്യത്തിൽ നിന്നും കയറ്റുക, ആ ഒരു സംസ്കാരമാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. അതിന് നാം തയ്യാറായ മഹാബലി എന്ന് പറയുന്ന ചക്രവർത്തിയെ ഞങ്ങളിലൂടെ ഈ ലോകത്തിന് തന്നെ നമുക്ക് കാണിച്ചു കൊടുക്കുവാൻ പറ്റും. എവിടെയൊക്കെ പങ്കുവെക്കുവാനുള്ള മനസ്സുണ്ടോ അവിടെയൊക്കെ മഹാബലിയുണ്ട്. അത് സംസ്കാരമായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലും രൂപാന്തരപ്പെടുത്തിയെടുക്കണം. ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധിയിലും തളരാത്ത വ്യക്തിയായിരുന്നു മഹാബലി. അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം മുഴുവൻ നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹം തളർന്നില്ല. നിസ്സാര കാര്യങ്ങളിൽ പോലും തളരുന്ന നാം ഇതൊരു സന്ദേശമായാണ് എടുക്കേണ്ടത്. ഇപ്പോൾ ചില ചിത്രങ്ങളിൽ കാണുന്നത് പോലെ ഒരു ടൈറ്റ് ജീൻസും ടീഷർട്ടും ഒരു കൈയിൽ ഓലക്കുടയും മറുകൈയിൽ മൊബൈൽ ഫോണും പിടിച്ചു നിൽക്കുന്ന ആളല്ല മഹാബലി. അസുരനായി ജനിച്ച് ദൈവീക പദവിയിലെത്തിയ ഒരു മഹാനാണ് മഹാബലി. അദ്ദേഹത്തിൻ്റെ മനോധൈര്യവും പ്രവൃത്തിയും കൊണ്ട് എല്ലാവരും അദ്ദേഹത്തെ സ്നേഹിച്ചു. ഈ സന്ദേശമാണ് ഞങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ഓണം മഹാബലിയെ ആദരിക്കുന്ന ഒരു ഉത്സവമാണ്. എല്ലാവർക്കും ആയുരാരോഗ്യം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അടുത്തതായി നിങ്ങളുടെ കണ്ണിനും കാതിനും കുളിരേകുവാനും തിരുവോണത്തിൻ്റെ ഗ്രഹാലുരത്ത് നടത്തുന്ന വഴികൾ ചുവട് വയ്ക്കാനുമായി എത്തുന്നു ലണ്ടൻ മലയാളി മംഗകൾ.